പരലോകത്തൊരു വാപ്പാർക്കും മക്കളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്തു പോകേണ്ടതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പഠിപ്പിച്ചതും നാളെ പരലോകത്ത് നിങ്ങൾ നിൽക്കുമ്പോ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി, മനുഷ്യരെ നിങ്ങൾ വിട്ടോടിപ്പോകും. അഖീ, നിങ്ങളുടെ സഹോദരനെ വിട്ടോടിപ്പോകും. വ ഉമ്മിഹി വ അബീഹി, നിങ്ങളുടെ ഉമ്മമാരെ നിങ്ങൾ വിട്ടോടും. നിങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങൾ വിട്ടോടും. നിങ്ങളുടെ കൂടെ കൂടിയ പെണ്ണിനെ നിങ്ങൾ വിട്ടോടും. വ ബനീ, നിങ്ങളുടെ മക്കളെയും നിങ്ങൾ വിട്ടകലത്തിലോടും. അതിന്റെ അർത്ഥം പരലോകത്തൊരു വാപ്പാർക്കും മക്കളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. പരലോകത്തൊരു ഉമ്മാർക്കും മക്കളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. പിന്നെ എവിടെ രക്ഷപ്പെടുത്തണം? ദുനിയാവിൽ ആയുസ്സുള്ളപ്പോൾ രക്ഷപ്പെടുത്തണം. അതാണ് രക്ഷിതാക്കൾക്ക് മക്കളോടുള്ള ബാധ്യതയും. ആ ബാധ്യതയുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്വം മക്കൾക്ക് ഇസ്ലാമിക ചിട്ടകളിൽ തർബിയത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആ മക്കളെ പറ്റി കൃത്യമായൊരു ധാരണയോടെ ഇസ്ലാമിന്റെ പാഠങ്ങൾ മക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കണം. പക്ഷേ പലപ്പോഴും ദുനിയാവിൽ മക്കളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ കാണിക്കുന്ന ഒരു ധാരണ, ഒരു സൂക്ഷ്മത പരലോകത്തിന്റെ വിഷയത്തിൽ കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെയാ സ്നേഹത്തിന്റെ വിലയറിയാതെ, കാരുണ്യത്തിന്റെ കരങ്ങൾ നീട്ടാതെ, കുടുംബത്തിനും നാടിനും തീർത്താൽ തീരാത്ത ദുരിതമായി ഓരോ കുടുംബത്തിനും മക്കൾ മാറാനുള്ള കാരണം രക്ഷിതാക്കളെ മക്കൾക്ക് കൃത്യമായ ധാരണയോടെ ഇസ്ലാമിക ചിട്ടകൾ കൊടുക്കാൻ സാധിക്കണം. ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സിൽ ഒരുപാട് പ്രായമായ ഒരു വൃദ്ധൻ ആ ബസ്സിലേക്ക് കയറി. സീറ്റുകൾ ഫുള്ളാണ്. പക്ഷേ ആ വൃദ്ധന്മാരിയ്ക്കുന്ന സീറ്റിൽ ഒരു 3ാം ക്ലാസ്സിലെ കുട്ടി ഇരിക്കുന്നുണ്ട്. അവന്റെ നേരെ പലരും നോക്കി. നിൽക്കുന്ന പല ആളുകളും ആ വൃദ്ധനൊന്ന് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടി ആ കുട്ടിയുടെ നേരെ നോക്കാൻ തുടങ്ങി. പക്ഷേ കുട്ടി ആ നോട്ടം ശ്രദ്ധിക്കുന്നില്ല. ഒരു തവണ പോലും വല്യുപ്പാന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾക്ക് ഇരിക്കണോ എന്ന് ചോദിച്ചിട്ടില്ല. അവസാനം ആ വൃദ്ധൻ ഇറങ്ങിയപ്പോ തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരാൾ ഈ കുട്ടിയോട് ചോദിച്ചു, മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? ആ കുട്ടി ആവേശത്തോടെ പറഞ്ഞു, 3rd സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് മീഡിയം. 3rd സ്റ്റാൻഡേർഡിൽ ഇംഗ്ലീഷ് മീഡിയം. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ മായക്കാഴ്ചകളിൽ സംസ്കാര സമ്പന്നതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ മനസ്സുകൊണ്ട് പാകപ്പെടാത്ത രക്ഷിതാക്കളാണ് മക്കളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരത. അവിടെയും അവസാനിക്കാത്ത നിരവധി സംഭവങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. ഓരോ രീതികളിലും ഒരു പെൺകുട്ടി, 1-2 പെൺകുട്ടികൾ ബസ്സിലും റോഡ് വക്കുകളിലും അതിരുവിട്ട സംസാരങ്ങളും ചില കാര്യങ്ങളും കാണിച്ചു കൂട്ടിയപ്പോ സെന്റ് ഓഫിന്റെ പേരിൽ കയ്യിലുള്ള കളറുകൾ പെൺകുട്ടികൾ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് ശബ്ദമുഖരിതമായി കൂക്കുവിളിക്കുന്നത് കണ്ടപ്പോ ഒരു പ്രായമുള്ള ആള് ചോദിച്ചു, മക്കളെ, ഇതെന്തൊരു വിരോധാഭാസം? ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങളൊക്കെ ഒരു മുസ്ലിമായ കുടുംബത്തിൽ പറഞ്ഞവരല്ലേ? അത് കേട്ട സെക്കൻഡിൽ ആ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി തിരിച്ചാ പറഞ്ഞ വ്യക്തിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഹേ, നിങ്ങളും എന്റെ ഉമ്മാന്റെ അടുത്ത് വന്നിട്ടുണ്ടാവില്ലേ? നിങ്ങളും എന്റെ ഉമ്മാന്റെ അടുത്ത് വന്നിട്ടുണ്ടാവില്ലേ? എന്താ ചോദ്യത്തിന്റെ അർത്ഥം? നിങ്ങൾക്കും എന്റെ ഉമ്മക്കും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. എന്റെ വാപ്പന്റെ സ്ഥാനം ചമയണ്ട, വാപ്പാന്റെ ഉത്തരവാദിത്തങ്ങൾ ഇന്നെ ബോധ്യപ്പെടുത്തണ്ട. ആ ചോദ്യമായിരുന്നു ആ പെൺകുട്ടി അവിടെ ചോദിച്ചതെങ്കിൽ എങ്ങോട്ടാ രക്ഷിതാക്കളുടെ, നമ്മളുടെ മക്കളുടെ പോക്ക്? പരലോകത്തൊരു വാപ്പാർക്കും മക്കളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്തു പോകേണ്ടതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പഠിപ്പിച്ചതും നാളെ പരലോകത്ത് നിങ്ങൾ നിൽക്കുമ്പോ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി, മനുഷ്യരെ നിങ്ങൾ വിട്ടോടിപ്പോകും. അഖീ, നിങ്ങളുടെ സഹോദരനെ വിട്ടോടിപ്പോകും. വ ഉമ്മിഹി വ അബീഹി, നിങ്ങളുടെ ഉമ്മമാരെ നിങ്ങൾ വിട്ടോടും. നിങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങൾ വിട്ടോടും. നിങ്ങളുടെ കൂടെ കൂടിയ പെണ്ണിനെ നിങ്ങൾ വിട്ടോടും. വ ബനീ, നിങ്ങളുടെ മക്കളെയും നിങ്ങൾ വിട്ടകലത്തിലോടും. അതിന്റെ അർത്ഥം പരലോകത്തൊരു വാപ്പാർക്കും മക്കളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. പരലോകത്തൊരു ഉമ്മാർക്കും മക്കളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. പിന്നെ എവിടെ രക്ഷപ്പെടുത്തണം? ദുനിയാവിൽ ആയുസ്സുള്ളപ്പോൾ രക്ഷപ്പെടുത്തണം. അതാണ് രക്ഷിതാക്കൾക്ക് മക്കളോടുള്ള ബാധ്യതയും. ആ ബാധ്യതയുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്വം മക്കൾക്ക് ഇസ്ലാമിക ചിട്ടകളിൽ തർബിയത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആ മക്കളെ പറ്റി കൃത്യമായൊരു ധാരണയോടെ ഇസ്ലാമിന്റെ പാഠങ്ങൾ മക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കണം. പക്ഷേ പലപ്പോഴും ദുനിയാവിൽ മക്കളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ കാണിക്കുന്ന ഒരു ധാരണ, ഒരു സൂക്ഷ്മത പരലോകത്തിന്റെ വിഷയത്തിൽ കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെയാ സ്നേഹത്തിന്റെ വിലയറിയാതെ, കാരുണ്യത്തിന്റെ കരങ്ങൾ നീട്ടാതെ, കുടുംബത്തിനും നാടിനും തീർത്താൽ തീരാത്ത ദുരിതമായി ഓരോ കുടുംബത്തിനും മക്കൾ മാറാനുള്ള കാരണം രക്ഷിതാക്കളെ മക്കൾക്ക് കൃത്യമായ ധാരണയോടെ ഇസ്ലാമിക ചിട്ടകൾ കൊടുക്കാൻ സാധിക്കണം. ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സിൽ ഒരുപാട് പ്രായമായ ഒരു വൃദ്ധൻ ആ ബസ്സിലേക്ക് കയറി. സീറ്റുകൾ ഫുള്ളാണ്. പക്ഷേ ആ വൃദ്ധന്മാരിയ്ക്കുന്ന സീറ്റിൽ ഒരു 3ാം ക്ലാസ്സിലെ കുട്ടി ഇരിക്കുന്നുണ്ട്. അവന്റെ നേരെ പലരും നോക്കി. നിൽക്കുന്ന പല ആളുകളും ആ വൃദ്ധനൊന്ന് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടി ആ കുട്ടിയുടെ നേരെ നോക്കാൻ തുടങ്ങി. പക്ഷേ കുട്ടി ആ നോട്ടം ശ്രദ്ധിക്കുന്നില്ല. ഒരു തവണ പോലും വല്യുപ്പാന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾക്ക് ഇരിക്കണോ എന്ന് ചോദിച്ചിട്ടില്ല. അവസാനം ആ വൃദ്ധൻ ഇറങ്ങിയപ്പോ തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരാൾ ഈ കുട്ടിയോട് ചോദിച്ചു, മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? ആ കുട്ടി ആവേശത്തോടെ പറഞ്ഞു,
തേർഡ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് മീഡിയം. തേർഡ് സ്റ്റാൻഡേർഡിൽ ഇംഗ്ലീഷ് മീഡിയം ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ മായക്കാഴ്ചകളിൽ സംസ്കാര സമ്പന്നതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ മനസ്സുകൊണ്ട് പാകതപ്പെടാത്ത രക്ഷിതാക്കളാണ് മക്കളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരത. അവിടെയും അവസാനിക്കാത്ത നിരവധി സംഭവങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. ഓരോ രീതികളിലും ഒരു പെൺകുട്ടി, 1-2 പെൺകുട്ടികൾ ബസ്സിലും റോഡ് വക്കുകളിലും അതിരുവിട്ട സംസാരങ്ങളും ചില കാര്യങ്ങളും കാണിച്ചു കൂട്ടിയപ്പോ സെന്റ് ഓഫിന്റെ പേരിൽ കയ്യിലുള്ള കളറുകൾ പെൺകുട്ടികൾ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് ശബ്ദമുഖരിതമായി കൂത്തുവിളിക്കുന്നത് കണ്ടപ്പോ ഒരു പ്രായമുള്ള ആള് ചോദിച്ചു, മക്കളെ, ഇതെന്തൊരു വിരോധാഭാസം, ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങളൊക്കെ ഒരു മുസ്ലിമായ കുടുംബത്തിൽ പിറന്നവരല്ലേ? അത് കേട്ട സെക്കൻഡിൽ ആ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി തിരിച്ചാ പറഞ്ഞ വ്യക്തിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഹേ, നിങ്ങളും എന്റെ ഉമ്മാന്റെ അടുത്ത് വന്നിട്ടുണ്ടാവില്ലേ? നിങ്ങളും എന്റെ ഉമ്മാന്റെ അടുത്ത് വന്നിട്ടുണ്ടാവില്ലേ? എന്താ ചോദ്യത്തിന്റെ അർത്ഥം? നിങ്ങൾക്കും എന്റെ ഉമ്മക്കും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. എന്റെ വാപ്പന്റെ സ്ഥാനം ചമയണ്ട, വാപ്പാന്റെ ഉത്തരവാദിത്തങ്ങൾ ഇന്നെ ബോധ്യപ്പെടുത്തണ്ട. ആ ചോദ്യമായിരുന്നു ആ പെൺകുട്ടി അവിടെ ചോദിച്ചതെങ്കിൽ എങ്ങോട്ടാ രക്ഷിതാക്കളുടെ നമ്മളുടെ മക്കളുടെ പോക്ക്?